ചുട എന്നുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുകളിൽ ആ ബട്ടറും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇതിലും ഈസി ആയിട്ടൊരു ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റവും അതിന് പാകത്തിലൊരു റൈത്തയുമാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഐറ്റം ഉണ്ടാക്കാനായിട്ടൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒരു 3 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഒനിയൻ, ഒരു മീഡിയം സൈസ് ഒനിയൻ പൊടിയായി അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. പിന്നെ നിറയെ മല്ലിയിടല്ല കേട്ടോ. ഒരു 2 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ അജ്വൈൻ, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഈ അജ്വൈനൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ. 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ചാറ്റ് മസാല, വേണമെങ്കിൽ ആംചൂറും ലേശം ഇടാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നല്ലോണം കസൂരി മേത്തിയാണ് കേട്ടോ. ഞാൻ നല്ലോണം ഒരു പിടി കസൂരി മേത്തി ഇട്ടുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് ഞെരടിയിട്ടിടുക കേട്ടോ. അപ്പോഴാണ് അതിനുള്ള ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരിക. ഇല്ല എങ്കിൽ അവിടെയും ഇവിടെയും കടിക്കും. ഇനി ഒരു 2 ടീസ്പൂണോളം അധികം പുളിയില്ലാത്ത തൈരും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിരി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മസാലയൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഗരം മസാലയൊക്കെ ചേർക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അധികം മസാലകൾ ഉപയോഗിക്കാറില്ല. ഇനി അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവിടേക്കും എണ്ണയൊന്നും ആവട്ടെ. ഇത് തൈരൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. ഇത് വളരെ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കുഴച്ചെടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ തൈരൊക്കെ ഒഴിച്ചതുകൊണ്ട് ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം എണ്ണയും കൂടി ഒഴിച്ച് നമുക്കതിനെ ഒന്ന് അടച്ച് വെക്കാം ഒരു 5-10 മിനിറ്റ്. ഇത് ഉടനെ തന്നെ വേണമെങ്കിലും ഉടനെയും ഉണ്ടാക്കാം. ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് ഇതിന് പാകത്തിലൊരു സലാഡും കൂടി ഉണ്ടാക്കാം. കുക്കുംബർ റൈത്തയും കൂടി ഉണ്ടാക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം ഒരു 5 മിനിറ്റ്. അപ്പോൾ കുക്കുംബർ റൈത്ത ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. വളരെ ഫാസ്റ്റായി ഉണ്ടാക്കുകയും ചെയ്യാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇവിടുത്തെ തൈര് അധികം പുളിയൊന്നുമില്ല. ഒരു 250 ml ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തൈരിലേക്ക്. നമുക്ക് തൈരിനെ ആദ്യം ഇതിനെ ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നതിന് മുമ്പ്. അപ്പോൾ അതിലൊട്ടും തന്നെ കട്ട് ചെയ്യുന്നില്ല, അതെല്ലാവരുടെയും കറക്റ്റായിരിക്കും. ഇനിയും ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ ഒരു ചെറിയ ഒനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള കുക്കുംബറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ആദ്യം. എന്നിട്ട് ഇതിനെ ആവശ്യമായുള്ള സാധനങ്ങൾ 1-2 സാധനങ്ങളും കൂടി ഇടണം. കുറച്ച് ജീരകപ്പൊടി ഇതെങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് നമുക്ക് ബ്ലാക്ക് സോൾട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബ്ലാക്ക് സോൾട്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ റൈത്തയ്ക്ക്. അതുകൊണ്ട് ബ്ലാക്ക് സോൾട്ടും കൂടി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ലേശം ഉപ്പിടാട്ടോ. ഞാൻ ഉപ്പിന് പകരം കൂടി ബ്ലാക്ക് സോൾട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കുക്കുംബർ റൈത്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് മല്ലിയുടെ ഇലയും ഇടാം. അപ്പോൾ റൈത്ത റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനിത് അതിനെ ഒന്ന് പരത്തിയെടുക്കാൻ പോകുന്നുണ്ട്. ആദ്യം ഒന്ന് ഫ്ലോറിനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. വെള്ളമൊന്നും അധികം ആവാതിരുന്ന് കഴിഞ്ഞാൽ വളരെ ഈസിയായി നമുക്കിത് പരത്തിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഈവനിങ് ചായക്ക് വേണമെങ്കിലോ അതല്ല എങ്കിൽ രാത്രിക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കി കഴിക്കാം. ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ അരിയാഹാരം പറ്റാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ചൂടായ തവയിലിട്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. മറിച്ചിടാം. നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ബട്ടർ വേണമെന്നുള്ളവർക്ക് ബട്ടർ ഇടാം. ചപ്പാത്തി അല്ലെങ്കിലും ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടരുതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്നെസ് പോവും. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ചപ്പാത്തി മാവിൽ ലേശം തൈര് ഒഴിച്ച് കുഴച്ച് നോക്കൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടി ഇട്ടുണ്ട് കേട്ടോ. ഈ ബട്ടർ ഇങ്ങനെ ചുടിച്ചുടാന്നുള്ളതിൽ ഇറങ്ങുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കണ്ടോ, ഒരു കൈ കൊണ്ട് തന്നെ നമുക്കതിനെ കട്ട് ചെയ്യാനും പറ്റി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഈസി റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.